എല്ലാവർക്കും കേറ്റഡ് വേൾഡിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേറ്റഡ് കാറ്റഗറി 2 സയൻസിനും അതുപോലെ തന്നെ കേറ്റഡ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിനും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തു നിന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതുകൊണ്ട് അതേ ഇമ്പോർട്ടൻസോടെ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് ഹോർമോൺസ് എന്ന ഭാഗമാണ്. പ്ലാന്റ് ഹോർമോൺസ് എന്താണ് പ്ലാന്റ് ഹോർമോൺസ്? പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ എല്ലാവിധമായ ലൈഫ് ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യും കോർഡിനേറ്റും ചെയ്യുന്നത് പ്ലാന്റ് ഹോർമോൺസ് ആണ്. പ്ലാന്റിൻ്റെ ഗ്രോത്ത് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈപ്സ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് പ്ലാന്റ് ഹോർമോൺസ്. പ്ലാന്റ് ഹോർമോൺസിനെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നും അതുപോലെ തന്നെ ഫൈറ്റോ ഹോർമോൺസ് എന്നും പറയാറുണ്ട്. പ്ലാന്റ് ഹോർമോൺസിനെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, PGR, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും ഫൈറ്റോ ഹോർമോൺസും എന്ന് പറയുന്നതും എന്തിനെയാണ്? പ്ലാന്റ് ഹോർമോൺസിനാണ്. പ്ലാന്റ് ഹോർമോൺസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ ലൈഫ് ആക്ടിവിറ്റീസ് ഓഫ് പ്ലാന്റ്. പ്ലാന്റ്സിന്റെ എല്ലാ ലൈഫ് ആക്ടിവിറ്റീസെയും കൺട്രോൾ ചെയ്യും കോർഡിനേറ്റ് ചെയ്യും ചെയ്യുന്നത് പ്ലാന്റ് ഹോർമോൺസ് ആണ്. 5 ടൈപ്സ് ഓഫ് പ്ലാന്റ് ഹോർമോൺസ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻ, അബ്സിസിക് ആസിഡ്, എത്തിലിൻ. ഓക്സിൻ, പ്ലാന്റ് ഹോർമോൺസ് 5 എണ്ണമാണ്. ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻസ്, അബ്സിസിക് ആസിഡ്, എത്തിലിൻ. പ്ലാന്റ് ഹോർമോൺസിനെ അതിൻ്റെ ഫങ്ഷന്റെ ബേസിസിൽ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് പ്രമോട്ടിംഗ് പ്ലാന്റ് ഹോർമോൺസും അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് പ്ലാന്റ് ഹോർമോൺസും. ഗ്രോത്ത് പ്രമോട്ടിംഗ് പ്ലാന്റ് ഹോർമോൺസും അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് പ്ലാന്റ് ഹോർമോൺസും. ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകിൻസ് ഇവ മൂന്നുമാണ് ഗ്രോത്ത് പ്രമോട്ടിംഗ് പ്ലാന്റ് ഹോർമോൺസ് ആണ് ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകിൻസ്. അബ്സിസിക് ആസിഡും എത്തിലിനുമാണ് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് പ്ലാന്റ് ഹോർമോൺസ്. നമ്മൾ പറഞ്ഞത് പ്ലാന്റ് ഹോർമോൺസിനെ അതിൻ്റെ ഫങ്ഷന്റെ ബേസിസിൽ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് പ്രമോട്ടിംഗ് പ്ലാന്റ് ഹോർമോൺസ് അതുപോലെ തന്നെ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് പ്ലാന്റ് ഹോർമോൺസ്. പ്ലാന്റ് പ്രമോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഗ്രോത്തിനെ എക്സസ് ചെയ്യുന്ന, അതിനെ അഡ്വാൻസ് ചെയ്യുന്ന, അതിനെ അപ്ഹോൾഡ് ചെയ്യുന്നതാണ് ഗ്രോത്ത് പ്രമോട്ടിംഗ് പ്ലാന്റ് ഹോർമോൺസ്. അതിനകത്ത് വരുന്നതാണ് ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻസ് എന്നിവ. എന്നാൽ പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എന്ന് വെച്ചാൽ സപ്രസ് ചെയ്യുന്ന, അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന അതൊക്കെയാണ് ഏതൊക്കെ? അബ്സിസിക് ആസിഡും എത്തിലിനും ഗ്രോത്ത് സപ്രസ് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺസിന്റെ ഡിവിഷനിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് ഹോർമോൺസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 പ്ലാന്റ് ഹോർമോൺസ് ഉണ്ട്. ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻ, അബ്സിസിക് ആസിഡ്, എത്തിലിൻ. ഇനി ഇവ ഓരോന്നിൻ്റെയും
ഫങ്ഷൻ എന്താണ്, ഇൻഡിവിജ്വൽ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഓക്സിൻ. ഓക്സിൻ എന്ന് പറഞ്ഞാൽ സെൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സെൽ എലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്, ഓക്സിൻ ആണ്. ഇറ്റ് പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് ആൻഡ് ഓൾസോ ദ growth of flowering or formation, fruit formation, flower formation ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, ഓക്സിൻ പ്ലാന്റ് ഹോർമോൺ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ദ സെൽ ഗ്രോത്ത്, സെൽ ഡിഫറൻഷിയേഷൻ, സെൽ എലോങ്ങേഷൻ. ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ടെർമിനൽ ബഡ്സ്. ഇറ്റ് ഹെൽപ്പ് ടു ഫ്രൂട്ട് ഫോർമേഷൻ. ഇതാണ് എന്തിന്റെ ഫങ്ഷൻ, ഓക്സിൻ പ്ലാന്റ് ഹോർമോണിന്റെ ഫങ്ഷൻ. സെക്കൻഡ് വൺ ആണ് ഗിബെർലിൻ. ഗിബെർലിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ജെർമിനേറ്റ്, ടു ഫോം ജെർമിനേഷൻ. സ്റ്റോർഡ് ഫുഡ് ആരാണ്, സീഡ്. അപ്പം സ്റ്റിമുലേറ്റ് ചെയ്യുക, എന്തിന് സ്റ്റിമുലേറ്റ് ചെയ്യുക, സ്റ്റോർഡ് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ജെർമിനേഷൻ ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഗിബെർലിനാണ്. ആൻഡ് ഓൾസോ ഇത് സ്പ്രൗട്ടിംഗ് ലീവ്സ് തളിർക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഗിബെർലിൻ പ്ലാന്റ് ഹോർമോൺ ആണ്. തേർഡ് വൺ സൈറ്റോകൈൻ. സൈറ്റോകൈൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്പ് ടു സെൽ ഗ്രോത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, സൈറ്റോകൈൻ ആണ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ടു സെൽ ഡിഫറൻഷിയേഷൻ. സെല്ല് ഡിവൈഡ് ചെയ്യാനും സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അടുത്ത ഒരു പാർട്ട് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, സൈറ്റോകൈൻസ് ആണ്. സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ, ഇതാണ് ആരുടെ ഫങ്ഷൻ, സൈറ്റോകൈൻ എന്ന പ്ലാന്റ് ഹോർമോണിന്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണം പറഞ്ഞു, ഓക്സിൻ, ഗിബെർലിൻ, സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞത് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് അബ്സിസിക് ആസിഡും എത്തിലീന്റെ ഫങ്ഷൻ ആണ്. അബ്സിസിക് ആസിഡും എത്തിലീൻ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് സപ്രസിങ്, ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് പ്ലാന്റ് ഹോർമോൺ ആണ്. അപ്പം അതിന്റെ ഇൻഹിബിഷൻ ആണ് അതിന്റെ ഫങ്ഷൻ. അപ്പം എന്താണ് അബ്സിസിക് ആസിഡിന്റെ ഫങ്ഷൻ? അബ്സിസിക് ആസിഡിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡോർമസി ഓഫ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ തടയുന്നത്, ഡോർമസി ചെയ്യുന്നത്, തടഞ്ഞു ടെർമിനേറ്റ് ചെയ്യുന്നത് ആരാണ്, അബ്സിസിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ലീവ്സും ഫ്രൂട്ട്സും റൈപ്പൻ ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നതിന് ആരാണ് സഹായിക്കുന്നത്, ആരാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്, അബ്സിസിക് ആസിഡ് ആണ്. അബ്സിസിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്പ് ടു ഡോർമസി ഓഫ് എംബ്രിയോയെ തടഞ്ഞു വെക്കുക, എംബ്രിയോ ടെർമിനേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പനിങ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. പഴുത്ത ലീവ്സും ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ പ്ലാന്റിൽ നിന്ന് പൊഴിഞ്ഞു വീഴാൻ കാരണം അബ്സിസിക് ആസിഡ് ആണ്. ദെൻ എത്തിലീന്റെ ഫങ്ഷൻ ആണ് ഇറ്റ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സും ഫ്രൂട്ട്സും ഒക്കെ പഴുക്കാൻ വേണ്ടി റൈപ്പനിങ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, എത്തിലീൻ ആണ്. അതുപോലെ തന്നെ എക്സസ് എത്തിലീൻ കൂടിപ്പോയി കഴിഞ്ഞാൽ എന്തിന് കാരണമാവും, ലീവ്സും ഫ്രൂട്ട്സും ഒക്കെ തന്നെ പ്ലാന്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ കാരണമാകും, ഡ്രോപ്പിങ്ങിന് കാരണമാകും എത്തിലീൻ കൂടിപ്പോയി കഴിഞ്ഞാൽ. നമുക്കറിയാം എത്തിലീൻ റൈപ്പനിങ്ങിന് വേണ്ടിയാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ മാർക്കറ്റുകളിലൊക്കെ പച്ച മാങ്ങ കളർ ഭയങ്കര നല്ല കളർ ചുമന്നിരിക്കുന്നില്ല, അപ്പം എത്തിലീൻ കൂട്ടി വെച്ചിട്ടാണ് കൂടുതലും ഇതൊരു കളറിങ് വരാൻ കാരണം റൈപ്പനിങ് ചെയ്യാം. എത്തിലീൻ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാലാണ് ഡ്രോപ്പിംഗ് സംഭവിക്കുന്നത്, ലീവ്സും ഫ്രൂട്ട്സും ഒക്കെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ 5 പ്ലാന്റ് ഹോർമോൺസ് എന്തൊക്കെയാന്ന് പറഞ്ഞു, അതിന്റെ ഫങ്ഷന്റെ ബേസ് ചെയ്യാൻ 2ആയിട്ട് തിരിക്കുന്ന പറഞ്ഞു, ഓരോന്നിന്റെ ഫങ്ഷൻ പറഞ്ഞു. എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. PSC ക്വസ്റ്റ്യൻസിനും PSC പരീക്ഷകൾക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു വിജയാശംസ ആശംസിക്കുന്നു. നമ്മുടെ റാങ്ക് ഫയലിൽ ഇതിന്റെ ഡീറ്റെയിൽസ് നോട്ട് കിട്ടുന്നതാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നല്ലൊരു വിജയാശംസ ആശംസിക്കുന്നു. താങ്ക് യു.